ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഏതൻസിലെ രാഷ്ട്രീയ സഭയുടെ പേര് അസംബ്ലിയാണ്. രാഷ്ട്രീയ സഭയുടെ പേരെന്താണ്? അസംബ്ലി. ഏതൻസിലെ രാഷ്ട്രീയ അസംബ്ലിയുടെ പേരെന്താണ്? അസംബ്ലി. ഏതൻസിലെ ആൺകുട്ടികൾക്ക് നിർബന്ധമായിരുന്നത് എന്ത്? സൈനിക സേവനം. ഏതൻസിലെ ആൺകുട്ടികൾക്ക് നിർബന്ധമായിരുന്നത് എന്തായിരുന്നു? സൈനിക സേവനം. ഏതൻസിലെ ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? പെരിക്ലീസ്. പെരിക്ലീസ് എന്തായിരുന്നു? ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? എവിടത്തേതായിരുന്നു? ഏതൻസിലെ. ഏതൻസിലെ ശക്തമായ ഭരണാധികാരി ആരായിരുന്നു? പെരിക്ലീസ്. ഏതൻസിൽ പൗരത്വ പദവി ഇല്ലാതിരുന്ന ഒരു വിഭാഗം ആരായിരുന്നു? സ്ത്രീകൾ. ഏതൻസിൽ പൗരത്വ പദവി ഇല്ലാതിരുന്ന ഒരു വിഭാഗം ആരായിരുന്നു? സ്ത്രീകൾ. സ്പാർട്ടയിലെ ഭരണരീതി എന്തായിരുന്നു? പ്രഭുഭരണമാണ്. സ്പാർട്ടയിൽ നിലനിന്നിരുന്ന ഏത് ഭരണമാണ്? പ്രഭുഭരണമാണ്. സ്പാർട്ടയിലെ ആൺകുട്ടികൾക്ക് എത്ര വർഷം സൈനിക സേവനം നിർബന്ധമായിരുന്നു? 23 വർഷം. 23 വർഷം ആൺകുട്ടികൾ നിർബന്ധമായിട്ടും സൈനിക സേവനം നടത്തണം. ഗ്രീസും പേർഷ്യയും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രീക്കോ പേർഷ്യൻ. ഗ്രീസും പേർഷ്യയും തമ്മിലുള്ള യുദ്ധം അറിയപ്പെടുന്ന പേരാണ് ഗ്രീക്കോ പേർഷ്യൻ. ഗ്രീസും പേർഷ്യയും തമ്മിലുള്ള യുദ്ധം ഗ്രീക്കോ പേർഷ്യൻ. പെലോപ്പോനീഷ്യൻ യുദ്ധത്തിൽ വിജയിച്ചത് ആര്? പെലോപ്പോനീഷ്യൻ യുദ്ധത്തിൽ വിജയിച്ചത് സ്പാർട്ട ആയിരുന്നു. ദീർഘദൂര ഓട്ടത്തിന് പേര് നൽകാൻ കാരണമായ യുദ്ധം എവിടെയായിരുന്നു? മാരത്തൺ. ദീർഘദൂര ഓട്ടത്തിന് ആ പേര് നൽകാൻ കാരണമായ യുദ്ധം മാരത്തൺ. മാരത്തൺ യുദ്ധ വിജയ വാർത്ത അറിയിക്കാൻ ഓടിയെത്തിയത് സന്ദേശവാഹകനാണ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ്. ദ ഹിസ്റ്ററീസ് എന്ന ലോകത്തിലെ ആദ്യ ചരിത്രകൃതി രചിച്ചതാര്? ഹെറോഡോട്ടസ് ആണ്. അപ്പോൾ ആദ്യ ചരിത്രകൃതി അത് രചിച്ചതാരാണ്? ഹെറോഡോട്ടസ് ആണ്. എന്താണ് ആ ബുക്കിൻ്റെ പേരെന്താണ്? ദ ഹിസ്റ്ററീസ്. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് ആര്? തൂസിഡൈഡ്സ്. ആരാണ്? പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരാണ്? തൂസിഡൈഡ്സ്. ഇനി അടുത്തത്, അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ ഗ്രീക്ക് തത്വചിന്തകൻ ആര്? അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയത് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസിൻ്റെ ശിഷ്യൻ്റെ പേരെന്താണ്? പ്ലാറ്റോ. സോക്രട്ടീസിൻ്റെ ശിഷ്യൻ്റെ പേര് പ്ലാറ്റോ. അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആര്? പ്ലാറ്റോ. അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ച ആരാണ്? പ്ലാറ്റോ. പ്ലാറ്റോയുടെ പ്രധാന കൃതിയുടെ പേരെന്താണ്? റിപ്പബ്ലിക്. പ്ലാറ്റോയുടെ പ്രധാന കൃതിയുടെ പേരെന്താണ്? റിപ്പബ്ലിക്. പ്ലാറ്റോയുടെ പ്രധാന കൃതിയുടെ പേര് റിപ്പബ്ലിക്. പ്ലാറ്റോയുടെ ശിഷ്യൻ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പ്ലാറ്റോയുടെ ശിഷ്യൻ്റെ പേരെന്താണ്? അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിൽ. ലൈസിയം ആരാണ്? അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക്. അക്കാദമി എന്ന പഠന കേന്ദ്രം പ്ലാറ്റോ ആണ്. അക്കാദമി, പ്ലാറ്റോ, ലൈസിയം, അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ചത് അരിസ്റ്റോട്ടിലാണ്. പൊളിറ്റിക്സ് ആരാണ്? അരിസ്റ്റോട്ടിൽ. ഓക്കെ. ഇലിയഡ്, ഒഡീസി എന്നീ ഇതിഹാസ കാവ്യങ്ങൾ ആരുടേതാണ്? ഒലിയഡ്, ഒഡീസി ആരുടേതാണ്? ഹോമർ. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിൽ പ്രവേശിക്കാൻ ഉപയോഗിച്ചത് എന്ത്? മരക്കുതിര. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? പെർസെപോളിസ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? പെർസെപോളിസ് ആണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പെർസെപോളിസ് ആണ്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന ഭരണാധികാരി ആരാണ്? സൈറസ്. സൈറസ് എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? പേർഷ്യൻ സാമ്രാജ്യത്തിലെ. പേർഷ്യൻ സാമ്രാജ്യത്തിലെ മറ്റൊരു പ്രധാന ഭരണാധികാരിയായിരുന്നു ദാരിയസ്. അപ്പോൾ ദാരിയസ്, സൈറസ് ഇവരൊക്കെ എവിടുത്തെ ഭരണാധികാരികളായിരുന്നു? പേർഷ്യയിലെ ഭരണാധികാരികളായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനം എപ്രകാരമായിരുന്നു? സത്രപികൾ. എന്താണ്? പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനം സത്രപികൾ. സത്രപികളിൽ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നത് ആരാണ്? സത്രപന്മാർ. നിയമം നടപ്പിലാക്കിയ ആരാണ്? സത്രപന്മാർ. ഹെറോഡോട്ടസ് രചിച്ച കൃതിയുടെ പേരെന്ത്? ഹിസ്റ്ററീസ്. ഹെറോഡോട്ടസ് രചിച്ച കൃതിയുടെ പേരെന്താണ്? ദ ഹിസ്റ്ററീസ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം ആരുമായിട്ടായിരുന്നു? പേർഷ്യയുമായിട്ടായിരുന്നു. ഏതൻസിനെ ആക്രമിച്ച് വിജയിച്ചത് ആരാണ്? സ്പാർട്ടയാണ്. ഏതൻസിനെ ആക്രമിച്ച് വിജയിച്ച ആരാണ്? സ്പാർട്ടയാണ്. ഏതൻസിലെ വിദ്യാഭ്യാസം എന്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു? കലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു. സ്പാർട്ടയിലെ വിദ്യാഭ്യാസമോ? സൈനിക പരിശീലനത്തിന്.
ഏതൻസിലെ വിദ്യാഭ്യാസം കലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നുവെങ്കിൽ സ്പാർട്ടയിലെ വിദ്യാഭ്യാസം സൈനിക പരിശീലനത്തിനാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. പെലോപ്പൊനീഷ്യൻ യുദ്ധത്തിൽ പങ്കെടുത്ത നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? സ്പാർട്ട, ഏതൻസ്. ഇനി പേർഷ്യൻ സാമ്രാജ്യം ഏത് രാജ്യത്തിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്നു? ഇറാനിലാണ് പേർഷ്യൻ സാമ്രാജ്യം ഉടലെടുത്തത്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ ഭരണാധികാരി ആരായിരുന്നു? സെർക്കിസിസ്. എന്താണ്? സെർക്കിസിസ്. പെലോപ്പൊനീഷ്യൻ യുദ്ധം ആര് തമ്മിലായിരുന്നു? സ്പാർട്ടയും ഏതൻസും. മാരത്തൺ ഓട്ടത്തിൻ്റെ ദൂരം 26 മൈലാണ്. ഹോമറിൻ്റെ ഏത് കാവ്യത്തിൽ നിന്നാണ് ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്? ഇലിയഡ്. ഓക്കെ. ട്രോയ് നഗരത്തിൻ്റെ പതനത്തെക്കുറിച്ച് വിവരിക്കുന്ന കാവ്യം? ഇലിയഡ് ആരാ എഴുതിയത്? ഹോമറാണ്. ഏതൻസിലെ വിദ്യാഭ്യാസം എന്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്? കലാ സംസ്കാരം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം, ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏത്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഏതാണ്? ഉത്തരാർദ്ധഗോളം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്